അതെ, നമുക്കിന്ന് ഇച്ചിരി 6-ാം നമ്പർ അല്ലെ ഡയമണ്ട് കട്ട് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1 കപ്പ് മൈദയും 1.5 സ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കളറിന് വേണമെങ്കിൽ, നമുക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഫുഡ് കളർ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ മയത്തിലൊന്ന് തേച്ച് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി പലകയിലേക്ക് വെച്ചേച്ച് നല്ല കനം കുറച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി നമ്മുടെ ഡയമണ്ട് കട്ടിൻ്റെ 6-ാം നമ്പർ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. ഇനി നമുക്ക് ഇത് നല്ലപോലെ എണ്ണ തിളച്ച് കഴിയുമ്പം ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം നമുക്ക് പിന്നെ ഇതിനകത്ത് നമുക്കൊരു നമ്മുടെ പഞ്ചസാര ലായനിയുടെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1-2 സ്പൂണ് പഞ്ചസാര നമ്മൾ എടുത്ത് നമ്മുടെ ആവശ്യാനുസരണം മധുരം എന്തേരം വേണമെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്ന് പഞ്ചസാര സിറപ്പാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട് നമുക്കിട്ട് നന്നായിട്ട് ഇളക്കി നല്ല പഞ്ചസാര കോട്ടിങ്ങിലൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ അവധിക്ക് സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.